ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിലെ സെയിൽസ് പ്രൊമോഷൻ എന്നുള്ള ചാപ്റ്ററിലെ വിൻഡോ ഡിസ്പ്ലേ, മാർക്കറ്റിംഗ് റിസർച്ച്, മാർക്കറ്റ് റിസർച്ച് ഈ മൂന്ന് ടേംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിൻഡോ ഡിസ്പ്ലേ, ആ ഒരു പേരിനകത്ത് നിന്ന് തന്നെ അതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടെക്സ്റ്റൈൽസിൽ പോകുമ്പോൾ, ഫാർമസിയിൽ പോകുമ്പോഴൊക്കെ അവിടെയുള്ള വിൻഡോസിൽ കുറച്ച് ഐറ്റംസ് ഷോക്കേസ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം. മാർക്കറ്റിംഗിന്റെ, അഡ്വർടൈസിംഗിന്റെ, സെയിൽസ് പ്രൊമോഷന്റെ ഒക്കെ ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള വിൻഡോ ഡിസ്പ്ലേ. പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വിൻഡോസിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ മാർക്കറ്റ് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു സംഭവത്തിനെയാണ് വിൻഡോ ഡിസ്പ്ലേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് വൺ മീഡിയം ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. വിൻഡോ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതൊരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമാണ്. ആളുകളെ ഇന്ന പ്രൊഡക്റ്റ് ഇന്ന രീതിയിൽ ഇവിടെ അവൈലബിൾ ആണ് എന്ന് അറിയിക്കുന്ന ഒരു രീതി തന്നെയാണത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് ആൾസോ സെയിൽസ് പ്രൊമോഷൻ. The goods are exhibited in artistically laid out windows in front of the shops or important busy centers like railway stations, bus stops, etc. അപ്പം അതാണ് വിൻഡോ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇപ്പൊ വലിയ കാറിന്റെ ഷോറൂമിൽ കാറൊക്കെ കൊണ്ടുവന്ന ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണാം. ബിഗ് ബിസിനസ് ഫേംസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്നതിനായിട്ട് ലാർജ് ഷോറൂംസ് തന്നെ ഉണ്ടായിരിക്കും. റീറ്റെയിൽ കെമിസ്റ്റ് അവരുടെ ഐറ്റംസ് ഷോ വിൻഡോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഈ വിൻഡോ ഡിസ്പ്ലേന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ ആളുകളെ അട്രാക്ട് ചെയ്യുക, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക, അതുവഴി സെയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ റീറ്റെയിൽ ഫാർമസിയെ കുറിച്ച് ഒരു ഗുഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ വിൻഡോ ഡിസ്പ്ലേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് വിൻഡോ ഡിസ്പ്ലേ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വിൻഡോ ഡിസ്പ്ലേന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ആ ഒരു വിൻഡോ ഡിസ്പ്ലേ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഫാർമസിയുടെ ക്യാരക്ടറിനെയാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഫാർമസീനെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാർമസിയുടെ ഒരു ബാഡ്ജ്, ഇൻസിഗ്നിയ എന്ന് പറയുമ്പോൾ ഫാർമസിയുടെ ആ ഒരു ബാഡ്ജിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രീൻ കളറിൽ ഒരു പ്ലസ് സൈൻ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ബാഡ്ജ് ഉണ്ടല്ലോ, ആ ബാഡ്ജ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നമ്മുടെ വിൻഡോ ഡിസ്പ്ലേയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സീസണൽ ഐറ്റംസ് ആണ് വിൻഡോ ഡിസ്പ്ലേയിൽ നമ്മൾ വെക്കാറുള്ളത്. ഈ വിൻഡോ എന്ന് പറയുന്നത്, ആ ഒരു ഷോക്കേസ് വിൻഡോ എന്ന് പറയുന്നത് വെൽ ലൈറ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നൈറ്റിലൊക്കെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ വെക്കുന്ന ഐറ്റത്തിന്റെ ഒക്കെ പ്രൈസ് കാണുന്ന രീതിയിൽ വേണം അതിനകത്ത് പ്ലേസ് ചെയ്യാനായിട്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സീസണൽ ഐറ്റംസ് ആണ് വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വിൻഡോ ഡിസ്പ്ലേയിലുള്ള ഐറ്റംസ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആളുകൾക്ക് ഒരു ഫ്രഷ്നെസ്സും ന്യൂനെസ്സും ഒക്കെ ഫീൽ ചെയ്യത്തുള്ളൂ. മൂവിങ് ഒബ്ജക്ട്സ് കൂടെ കോമ്പറ്റബിൾ ആണെങ്കിൽ മാത്രം മൂവിങ് ഒബ്ജക്ട്സ് കൂടെ അതിനകത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ഈ വിൻഡോ ഡിസ്പ്ലേക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് ഡെക്കറേറ്റീവ് ആണെങ്കിൽ, കുറച്ച് കളേർഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ തെർമോകോൾ വെച്ചോ അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി സാറ്റിൻ ക്ലോത്തോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യാണ്, കളേർഡ് വാൾപേപ്പർ വെച്ചാണ് ആ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ ആളുകളെ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ വിൻഡോ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യേണ്ട കളർ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡറിലാണ് വേണ്ടത്. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ. റെഡ് ആണ് ഏറ്റവും നല്ലത്. അപ്പം ഇത്തരത്തിലുള്ള കളേഴ്സിന്റെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് അതിന്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് വിൻഡോ ഡിസ്പ്ലേയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. മേക്ക് ദ ഡ്രഗ് സ്റ്റോർ മോർ അട്രാക്റ്റീവ് ആൻഡ് ഡെക്കറേറ്റീവ്, അട്രാക്ട് ദ കസ്റ്റമേഴ്സ് ഓർ പാസേഴ്സ് ബൈ, ആക്ട് ആസ് എ സൈലന്റ് സെയിൽസ്മാൻ ഫോർ പ്രൊമോട്ടിംഗ് സെയിൽസ്. അപ്പൊ ഇതൊക്കെയാണ് വിൻഡോ ഡിസ്പ്ലേന്റെ അഡ്വാൻറ്റേജസ്. അതായത് വിൻഡോ ഡിസ്പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ആ ഡ്രഗ് സ്റ്റോറിനെ കൂടുതൽ അട്രാക്റ്റീവ് ആൻഡ് ഡെക്കറേറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കുന്നു, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഒരു സൈലന്റ് സെയിൽസ്മാൻ ആയിട്ട് ഈ വിൻഡോ ഡിസ്പ്ലേ ആക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് റിസർച്ച് ആൻഡ് മാർക്കറ്റിംഗ് റിസർച്ച് എന്താ നോക്കാം. അതിനു മുൻപ് നിങ്ങൾ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയണം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടി, ആ ഒരു ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസിനെ, ബിസിനസ് പെർഫോമൻസസിനെയൊക്കെയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് പ്രൊഡക്റ്റിന്റെ ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നതിന് വേണ്ടി
എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത്, അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ, അതിന്റെ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, അതെല്ലാമാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് റിസർച്ചും മാർക്കറ്റിംഗ് റിസർച്ചും അത് രണ്ടും രണ്ടാണ്, അത് മനസ്സിലാക്കുക. മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുമ്പോൾ വിത്തിൻ ദ മാർക്കറ്റ് നടക്കുന്ന ഒരു റിസർച്ച് ആണ്. അതായത് നമ്മുടെ മാർക്കറ്റിന്റെ വേരിയസ് ഫംഗ്ഷനെ ബേസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിസർച്ച് ആക്ടിവിറ്റീസ് ആണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് റിസർച്ച് ആണെങ്കിലോ, മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവീസ് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള സ്റ്റേജസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ആണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുമ്പോൾ മാർക്കറ്റിന്റെ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതേസമയം മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഈ സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിലോട്ട് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്, അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ഒക്കെയാണ് മാർക്കറ്റ് റിസർച്ചിൽ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് റിസർച്ചിന്റെ സോഴ്സ് ആണ്. പ്രധാനമായും രണ്ട് സോഴ്സ് ആണുള്ളത്, ഇന്റേണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. അതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വിത്തിൻ ദ മാർക്കറ്റ് നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. ആ ഫേമിന്റെ മാർക്കറ്റിംഗ് എഫേർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് റിസർച്ചിൽ നടക്കുന്നത്. ആ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സുകളിൽ നിന്നാണ്. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ തന്നെ റെക്കോർഡുകളിൽ നിന്ന്, രജിസ്റ്റേഴ്സിൽ നിന്ന്, ഡോക്യുമെന്റ്സിൽ നിന്ന്, സെയിൽസ് റെക്കോർഡ്, ഇൻവോയ്സിൽ നിന്നൊക്കെയാണ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിലുള്ള ഡാറ്റാസ് ആണ് കളക്ട് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് സെയിൽസ് ടേൺ ഓവർ, അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ, ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അതൊക്കെയാണ് ഇന്റേണൽ സോഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാനുള്ളത്. ഇനി എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി സോഴ്സും ഉണ്ട്, സെക്കൻഡറി സോഴ്സും ഉണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രൈമറി സോഴ്സ്, എന്താണ് സെക്കൻഡറി സോഴ്സ് എന്ന് കാണാവുന്നതാണ്. പ്രൈമറി സോഴ്സിൽ വരുന്നത് സെയിൽസ്മാൻ, ഡീലേഴ്സ്, കൺസ്യൂമേഴ്സ്, ഈ മൂന്ന് പേരാണ് പ്രൈമറി സോഴ്സിന് എക്സാമ്പിൾ. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡ് പ്രസ്, ട്രേഡ് അസോസിയേഷൻസ്, പബ്ലിഷ്ഡ് സർവേസ്, ഗവൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ്. പ്രൈമറി സോഴ്സ് എന്ന് പറയുമ്പോൾ സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെയിൽസ്മാനിൽ നിന്ന് ലഭിക്കുന്നത് ഫസ്റ്റ് ഹാൻഡ് നോളജ് ആണ്. നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ച്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ് ആണ് സെയിൽസ്മാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും വിതൗട്ട് എനി അഡീഷണൽ എക്സ്പെൻസ്, യാതൊരു അഡീഷണൽ എക്സ്പെൻസും ഇല്ലാതെ നമുക്ക് ലഭിക്കുന്ന ഡാറ്റയാണ്, പ്രൈമറി ഡാറ്റയാണ്, അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് ആണ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ആളുടെ റിപ്പോർട്ട് അൺബയസ്ഡ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും. ഡീലേഴ്സ് ആണ്. ഡീലേഴ്സ് എന്ന് പറയുമ്പോൾ ദേ പ്രൊവൈഡ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ പെർസെന്റേജ് ഓഫ് സെയിൽസ് ഓഫ് ദ ഫേംസ് പ്രൊഡക്റ്റ്. അതായത് നമ്മുടെ കമ്പനിയുടെ എത്രത്തോളം പ്രൊഡക്ട്സ് സെയിൽ ചെയ്ത് പോയിട്ടുണ്ട്, അതിന്റെ ഒരു സെയിൽ പെർസെന്റേജ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സെയിം പ്രൊഡക്റ്റ് തന്നെ മറ്റേതെങ്കിലും കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, മറ്റേതെങ്കിലും കമ്പനികൾ ഇതേ പ്രൊഡക്റ്റ് തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം സെയിൽ നടന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നും കൃത്യമായി അറിയാൻ ഡീലേഴ്സ് വഴി സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് കൺസ്യൂമേഴ്സ് ആണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൺസ്യൂമേഴ്സിന്റെ അഭിപ്രായം, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, പ്രൈസ്, പാക്കേജിങ്, അതുപോലെ അവൈലബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം കസ്റ്റമേഴ്സിന്റെ ജെനുവിൻ ഒപ്പീനിയനും ആറ്റിറ്റ്യൂഡും എല്ലാം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൈമറി ഡാറ്റയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള റിസർച്ചിനെ, കൺസ്യൂമർ ബേസ്ഡ് റിസർച്ചിനെ കൺസ്യൂമർ റിസർച്ച് എന്നാണ് പറയുന്നത്. അപ്പം സെയിൽസ്മാൻ, ഡീലേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇതാണ് പ്രൈമറി സോഴ്സസ്. സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുമ്പോൾ ട്രേഡ് പ്രസ്, ബാങ്കിങ് കമ്പനീസും ബിസിനസ് ഹൗസസും എല്ലാം ട്രേഡ് ജേർണൽസും എക്കണോമിക് ഫിനാൻഷ്യൽ പീരിയോഡിക്കൽസും ആനുവൽ റിപ്പോർട്ട്സും എല്ലാം പബ്ലിഷ് ചെയ്യാറുണ്ട്. അതിനെയാണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ട്രേഡ് അസോസിയേഷൻസും സെക്കൻഡറി സോഴ്സിൽ വരുന്നതാണ്. ഈ ട്രേഡ് അസോസിയേഷനിൽ നിന്നും നമുക്ക് യൂസ്ഫുൾ ഡാറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ മാർക്കറ്റിന്റെ കറന്റ് ട്രെൻഡ് ഒക്കെ മനസ്സിലാക്കാൻ ട്രേഡ് അസോസിയേഷനിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ കൊണ്ട് സാധിക്കും. പബ്ലിഷ്ഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് റിസർച്ച് ഓർഗനൈസേഷൻസ് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിനെ കുറിച്ച് നടത്തിയിട്ടുള്ള മാർക്കറ്റ് സർവേ, അതിന്റെ ഡാറ്റാസ് എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സ് ആണ്. ഗവൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സിന് എക്സാമ്പിൾസ് ആണ്. അതായത് പ്ലാനിംഗ് കമ്മീഷൻസും അതുപോലെ വാരിയസ് മിനിസ്ട്രീസും എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുള്ള പീരിയോഡിക്കൽ റിപ്പോർട്ട്സ്, ജേർണൽസ്, ബുള്ളറ്റിൻസ്, അത് എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഡാറ്റാസും സെക്കൻഡറി സോഴ്സിലാണ് വരുന്നത്.
UN ഏജൻസീസ്, ഇന്ത്യൻ മെഡിക്കൽ ഫെഡറേഷൻ, വേൾഡ് ബാങ്ക് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം സെക്കൻഡറി സോഴ്സിനകത്താണ് വരുന്നത്. അപ്പം പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. മാർക്കറ്റിംഗ് റിസർച്ചും മാർക്കറ്റ് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. വിൻഡോ ഡിസ്പ്ലേ എന്താണെന്ന് മനസ്സിലാക്കി. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.